ഇതൊരു ബ്ലൗസാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി അളവ് ബ്ലൗസ് ഉണ്ട് കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. ആദ്യം എടുക്കുന്നത് ഇറക്കം, ഷോൾഡറിൽ നിന്ന് കറക്റ്റ് ഇങ്ങനെ പിടിച്ച് ഷോൾഡർ ജോയിൻറ്റിൽ നിന്ന് എന്തുമാത്രം ഇറക്കം വേണമെന്ന് വെച്ചിട്ട് നോക്കണം. എനിക്കിവിടെ വേണ്ടത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ 14 ഇഞ്ച് എടുത്തിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടി ഇറക്കം എടുത്തു. പിന്നെ ഈ ഷോൾഡറും കൂടെ എടുക്കുക. കറക്റ്റ് ഇതെല്ലാം ലെവൽ വെച്ചതിന് ശേഷം വേണ്ട കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഷോൾഡർ 10.5 ഉണ്ട്. നെക്ക് വിത്ത്, അതായത് നെക്കിൻ്റെ വൈഡ് 6 ഇഞ്ചുണ്ട്. അപ്പം പകുതി എടുക്കുന്നത് 3 കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ലെന്ത് 8.5. ബാക്ക് നെക്കിൻ്റെ ലെന്ത് 8.5. ആദ്യം ഇറക്കം എടുക്കുക. 14 ഉണ്ട്. അപ്പോൾ തുണി ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം, രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം. ഇവിടെ വെച്ച് അടയാളപ്പെടുത്തായിരുന്നു, കാണത്തില്ല, അതുകൊണ്ടാണ് നല്ല വശത്തോട്ട് ഞാൻ ചേർത്തത്. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഇറക്കം എടുക്കുക. ഇറക്കം എടുക്കുന്നതിന് വിട്ട് നമ്മൾ തുണി ഒന്ന് ലെവൽ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം 14 ഇറക്കം കൊണ്ട് 1 ഇഞ്ച് കൂടെ കൂട്ടുക. 1/2 ഇഞ്ച് ഇവിടെയും പോവും, 1/2 ഇഞ്ച് ഇവിടെ അടിച്ച് പോവും. അപ്പോൾ 15 എടുത്ത്, എന്നിട്ട് നമ്മുടെ ഷോൾഡർ എടുക്കുക. ഷോൾഡർ എടുത്തതിന് ശേഷം ബ്ലൗസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ജോയിൻറ്റ് മുതൽ ഈ ജോയിൻറ്റ് വരെ എടുക്കുക. 10 ഉണ്ട്, 10 കേട്ടോ. അപ്പോൾ 5 എടുക്കുക. 5 എടുത്തിട്ട് അല്ല, ഇവിടെ ഷോൾഡറിൽ നിന്ന് 5 എടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും 5.5 എടുത്ത് ആ 5.5 തന്നെ ഇങ്ങോട്ട് കൊടുക്കുക, താഴോട്ട്. ഇവിടെയാണ് കൈക്കുഴി വരുന്നത്. ഇനി നമുക്ക് ഈ ലൈനിലാണ് ചെസ്റ്റ് ലൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് ലൈൻ അവിടെ വരും. അതിന് മുമ്പ് നെക്കിൻ്റെ വിത്തും കൂടെ നോക്കുക. നെക്ക് വിത്ത് 6 ഇഞ്ചുണ്ട്. നെക്ക് ലെന്ത് ഇങ്ങനെ നോക്കണം. സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. ഈ ലെന്ത് എവിടം വരെ ഉണ്ടെന്ന് നോക്കുക. 8 ഇഞ്ചുണ്ട്. ബാക്ക് നെക്കിൻ്റെ വിത്ത് 6 ഇഞ്ചാണ്. അപ്പോൾ തുണി മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് 3 ഇഞ്ച് എടുക്കുക. തുണി മടക്കിയിട്ടേക്കുന്നതുകൊണ്ട് 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ 3 ഇഞ്ച് എടുക്കരുത്, 2.75 എടുക്കാവും. നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 3 ആയിക്കോളും. ഓക്കെ. എന്നിട്ട് നെക്കിൻ്റെ ലെന്ത് 8 ഇഞ്ച്. ഓക്കെ. എന്നിട്ട് ഈ 2.75 ഇവിടെ എടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടും കൂടെ ലൈൻ ചെയ്യുക. എന്നിട്ട് നമുക്കിനി വണ്ണം കാണണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള വണ്ണം നോക്കുക. മൊത്തം 30, 40 ഉണ്ട്. അപ്പോൾ ചെസ്റ്റ് വണ്ണം 40 ആണ്. 40ൻ്റെ 4/1 ഭാഗം രണ്ടായിട്ട് മടക്കിയിട്ടേക്കുന്നു. ആദ്യം ഫ്രണ്ടിൽ. അപ്പോൾ 4/1 ഭാഗം 10 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഈ ഫ്രണ്ട് പീസും കൂടെ അതേപോലെ 10 വരുമ്പോൾ ഇത് 10 10 20. അതേപോലെ ഫ്രണ്ടിലും കൂടെ വരുമ്പോൾ 40 ആകും കേട്ടോ. ഇങ്ങനെ പല രീതിയിൽ ബ്ലൗസ് വെട്ടാം. 40 എടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പ് 1.5 എടുക്കുക. വേസ്റ്റ് ഭാഗത്തെ വണ്ണം, വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇതേപോലെ നോക്കിയതിന് ശേഷം എത്ര ഉണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ 4/1 ഭാഗം 33 വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം 8.75 വരും. 8.75. ബാക്കിലൊരു ടക്കുണ്ട്, 2 ടക്കുണ്ട്. അപ്പോൾ അതിനും കൂടെ 1/2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 8.75 1/2 കൂടെ ആകുമ്പോൾ 9.25. ഇപ്പോൾ ഇതും കൊണ്ട് നമുക്ക് ലൈൻ ചെയ്യാം. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ. ഇത് നമുക്കങ്ങ് ലെവൽ ചെയ്യാം. ഈ ടക്കിൻ്റെ ലെന്ത് 4-4.5 വരെ ആവാം. ഈ കഴുത്തിന് കയറിപ്പോരുത് കേട്ടോ. ഇവിടെ ബാക്ക് നെക്കിനേക്കാളും ടക്കിൻ്റെ നീളം കൂടി പോരുത്. 4.5 വരെ. ഈ ഷോൾഡറിൻ്റെ രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ നോക്കിയാണ്
ഈ അകലം നോക്കുന്നത്, അല്ലെങ്കിൽ ടക്കിൻ്റെ വീതി നോക്കിയാലും മതി. ഇവിടെ നമുക്ക് ഷേപ്പ് എടുക്കും. ആംഹോൾ കുറവിൻ്റെ ഇതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിന് സെൻറ്റർ മാർക്ക് 2 5.5 പകുതി 2.25. എന്നിട്ട് ആംഹോൾ കർവ് വെച്ചിട്ട് നമുക്കിട്ട് ആംഹോൾ റൗണ്ട് എത്ര ഉണ്ടെന്ന് നമ്മുടെ അളവ് ബ്ലൗസിൽ നോക്കുക. 9 ഉണ്ട്. ഇങ്ങനെ വെക്കുമ്പോൾ 9 ഉണ്ട്. ആ 9 നമുക്ക് കിട്ടുന്നതെന്ന് നോക്കണം കേട്ടോ. ഇവിടെ നമുക്ക് അരയിഞ്ച് ജോയിൻറ്റ് പോകും. കറക്റ്റ് 9 വന്ന്. അപ്പോൾ നമുക്ക് 5.5 എണ്ണം മതി കൈക്കുഴി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്കിത് വെട്ടാം. ഓൺലൈൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ബ്ലൗസ്, ചുരിദാർ, നൈറ്റ്, ഫ്രോക്ക്, ഗൗണ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. 500 രൂപ ഫീസേ ഉള്ളൂ. ഒറ്റ ടൈമേ ഉള്ളൂ ഫീസ് കേട്ടോ. അപ്പോൾ ഇത് ക്ലാസ് പഠിപ്പിക്കുന്നതാണ്. ഇതെല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. എന്നിട്ട് വാട്സപ്പിൽ വന്നാൽ മതി. നമുക്ക് എല്ലാ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, വെറും 500 രൂപ ഉള്ളൂ. വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ചെയ്തൊരു വരുമാനമാക്കാം. അറിയാൻ വയ്യാത്തവർക്ക്, കുറച്ചൊക്കെ പഠിച്ചവർക്കും എല്ലാവർക്കും എളുപ്പമാണ്. അപ്പം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ടക്കിൻ്റെ പോയിൻ്റ് അവിടെ മതി. അടയാളപ്പെടുത്തുമ്പോൾ നല്ല വശത്ത് അടയാളപ്പെടുത്തരുത്. ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് നല്ല വശത്തോട്ട് ചെയ്തത്. അകവശം പിന്നെ നൂല് വരയ്ക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഞാനിത് മായ്ച്ച് കളയും. അപ്പോൾ കണ്ടോ, ഇനി നമുക്ക് ഇത് വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് കെട്ടാം. ഫ്രണ്ട് പീസ് കെട്ടുമ്പോൾ ഈ ഓപ്പൺ വന്ന ഭാഗം നമ്മൾ ബാക്ക് ഓപ്പൺ വരത്തില്ലല്ലോ. ഓപ്പൺ വരുവാണെങ്കിൽ ഓപ്പൺ ബൗൺസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ബാക്ക് വെട്ടി കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് വെട്ടുമ്പോൾ ഓപ്പൺ ഈ സൈഡിലോട്ട് നിൽക്കണം, നമ്മുടെ വശത്തോട്ട് നിൽക്കണം. എന്നിട്ട് ഫ്രണ്ട് ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റ് ഇതേപോലെ താഴ്ത്തി വെക്കണം. ഇതേപോലെ വെക്കണം. തുണി ഒന്നും വേസ്റ്റ് ആവരുത്. കണ്ടോ, ഇതേപോലെ അങ്ങ് ഇട്ടതിന് ശേഷം കസ്റ്റമർ വന്നു അതിൻ്റെ ഇടയ്ക്ക്, അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അപ്പം ബ്ലൗസ് കറക്റ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം കണ്ടോ, നമ്മൾ ബാക്ക് പീസ് കറക്റ്റ് ഈ കൈക്കുഴി വെട്ടി ഭാഗമാണിത്. അപ്പം ചേർത്തിടണം. എന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഭാഗമെല്ലാം അങ്ങ് മാർക്ക് ചെയ്യണം. ബാക്ക് പീസിൻ്റെ കട്ട് ചെയ്തേക്കുന്ന അതിൻ്റെ ലെവല് തന്നെ ഇതേപോലെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം കൂടെ ഒരു 4 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിലൊരു ടക്ക് വരത്തില്ലേ, അതിന് ബാക്കിനേക്കാളും ഫ്രണ്ടൊരു 4 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ പടിക്ക് വേണ്ടി 4 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കുക, എല്ലാം മനസ്സിലാവും കേട്ടോ. 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ബാക്കിനേക്കാളും ഫ്രണ്ട് 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്തിട്ട് ഇങ്ങനെ ലൈൻ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് ലൈൻ ചെയ്തിട്ട്, എന്നിട്ട് ഞാനിങ്ങനെ തയ്ക്കുന്നത് കറക്റ്റാണ്. ഈ ബ്ലൗസെല്ലാം കസ്റ്റമറുടെ ബ്ലൗസാണ്, തയ്ച്ച് കൊടുത്താണ് അവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. പഠിക്കണമെന്നുണ്ടെങ്കിൽ പല രീതിയിലും ബ്ലൗസ് പഠിപ്പിക്കും. പിന്നെ നമ്മൾ ഏറ്റവും എളുപ്പമായിട്ടൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം പഠിപ്പിക്കും ക്ലാസ്സിൽ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബ്ലൗസ്, ചുരിദാർ, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, അണ്ടർസ്കേർട്ട്, അതേപോലെ തന്നെ പാവാടയും ബ്ലൗസും കൊച്ചുങ്ങളോടും എല്ലാം കൂടെ പഠിക്കുന്നതിന് 500 രൂപ ഉള്ളൂ. താല്പര്യമുള്ളവർ വരിക. ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിൽ ചേരാം. ഓക്കെ, ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് എന്താ എടുക്കുന്നത്? ഫ്രണ്ട് പീസ് എടുക്കുക.
ബാക്ക് ഫ്രണ്ടിലെ നെക്കിൽ എന്തെടുക്കുക, ഷോൾഡറിൻ്റെ ഈ ജോയിൻ്റ് മുതൽ ഇവിടം വരെ ഇങ്ങനെ നോക്കിയത് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം 6.5 ഉണ്ട്. ഇവിടെ നിന്ന് 6.5 ലെങ്ത് മാർക്ക് ചെയ്യുക. വീതി നമ്മൾ നേരത്തെ എടുത്തതുപോലെ. അത് കഴിഞ്ഞതിന് ശേഷം ഷേപ്പ് ചെയ്യണം. നെക്കിൻ്റെ ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ വെച്ച് ഇവിടുന്ന് 1 ഇഞ്ച് ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് എടുത്താലും മതി, അല്ലെങ്കിൽ ആംപിൾ കുറവുണ്ട്. ഇങ്ങനെ ഇത്തിരി വിത്ത് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ഇത്തിരി പുറത്ത്, ഇത് നമ്മൾ 3 ഇഞ്ച് എടുത്തല്ലോ 2.25, അതിൽ നിന്ന് ചൂട് വൈഡായിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ നേരെ പോകും. കണ്ടോ, ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.25 അല്ലെങ്കിൽ 1/2, അത് അവരവരെ രീതി ഉണ്ടോ. ഇതേപോലെ ഇവിടെ ഷേപ്പ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം 1/2 ഇഞ്ച് ആദ്യം നമ്മുടെ ഇത് ബാക്കിലാണ്. ഇവിടെ നമുക്ക് ബാക്കിലെ കൈക്കുഴിയാണ് ഇത് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് 1/2 ഇഞ്ച് അല്ല കണ്ട. ഇത് ബാക്കിലാണ്, ഇതാണ് ഫ്രണ്ടിൽ. കട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും കേട്ടോ. ഇനി നെക്ക് വിത്താണ് നോക്കുന്നത്, സോറി ഷോൾഡർ വിത്ത്. എന്താ ടക്കിൻ്റെ വിത്ത് കേട്ടോ. നിപ്പിൾ പോയിൻ്റ് 3 ഇഞ്ച് എല്ലാം മാറുന്നു. ടക്ക് പോയിൻറ്റിൻ്റെ വിത്ത് നോക്കുമ്പോൾ, നിപ്പിൾ പോയിൻ്റ് നോക്കുമ്പോൾ കൊളുത്തിൻ്റെ പടിയിൽ നിന്ന് ഇവിടം വരെ നോക്കുക. നേരത്തെ മാറ്റി പറഞ്ഞത് അത് മാറ്റുക. കൊളുത്ത് പടിയുടെ അവിടുന്ന് ടക്കിൻ്റെ വിത്ത് അല്ലെങ്കിൽ വൈഡ് 4 ഇഞ്ച്. അപ്പം ഇവിടുന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഷോൾഡറിന് ഇവിടം വരെയുള്ള പോയിൻറ്റിൻ്റെ ലെന്ത് നോക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള പോയിൻ്റ് ലെന്ത് 10. ഇവിടുന്ന് ഇവിടം വരെ വന്നപ്പോൾ 10. അത് കഴിഞ്ഞിട്ട് ഈ ലെന്ത് കൂടെ നോക്കുക. അല്ല കട്ടിങ് പോയിൻ്റ് 13 കാണുന്നല്ലോ. ഈ ലെന്ത് കൂടെ ഈ ജോയിൻ്റ് വരെ 13. അപ്പം നമുക്ക് രണ്ട് ഇതിൻ്റെ നേരെന്ന് പിടിക്കാം. ഇവിടെ നമുക്ക് ഷോൾഡർ പിടിച്ച് വരുമ്പോൾ 1/2 ഇഞ്ച് പോകും. അപ്പോൾ ഇവിടുന്ന് 10 ഇഞ്ച് എടുക്കുക. ഓക്കെ, ആ 10 ഇഞ്ച് നേരെ ഇങ്ങനെ ലൈൻ ചെയ്യാം. പിന്നെ അതിൻ്റെ നേരെന്ന് 13 കട്ടിങ് പോയിൻ്റിൻ്റെ ഞാൻ 13 എടുത്തത്. അപ്പോൾ 13 എടുത്തിട്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഇവിടെ ഒരു ജോയിൻറ്റ് വരുമല്ലോ, അപ്പോൾ 13 അവിടെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേത് ഈ ടക്കിൻ്റെ വീതി ഇതിൻ്റെ ഇറക്ക് ഇവിടം വരെ ഉണ്ടാവും. മെയിൻ ടക്കിൻ്റെ ഇത് 1.5. അപ്പോൾ ഇവിടെ 1.5 മാർക്ക് ചെയ്യുക, ഇവിടെ 1.5, അപ്പോൾ 3 ഇഞ്ചാവും. ഈ മെയിൻ ടക്ക് ഇങ്ങനെ ടക്ക് കൊടുക്കുക. എന്നിട്ട് ഈ അകൽച്ച നോക്കണം. ഇവിടെ നിന്നുള്ള അകൽച്ച 1.5 വീതമുണ്ട്. അപ്പോൾ ഇതിന്ന് 1.5 ഇങ്ങോട്ട് 2, അത് ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്തോട്ട് വരും. ഉണ്ടോ, 3 ടക്ക് മതി. ഇത്രയും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഈ 3.5 ഉണ്ട്. ഈ നീളവും ഇത് തമ്മിലുള്ള നീളം 3.5 ഉണ്ട്. അതിൻ്റെ പകുതി എത്ര? 1.5 മാർക്ക് ചെയ്യുക. ഇതിൻ്റെയും പകുതി 1.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1.5 ഇവിടോട്ട് കൊണ്ടുവരണം. നമ്മളിവിടുത്തെ മാർക്ക് ചെയ്തില്ലേ, 1.5 ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടുന്ന് 1.5 ഉണ്ട്. ഇത്രയും മനസ്സിലായല്ലോ. എന്നിട്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് അങ്ങെടുത്ത് മാറ്റണം. കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്യാം. ആദ്യം ഫ്രണ്ട് പീസിൻ്റെ നെക്ക് കട്ട് ചെയ്യുന്നത്.
ഷോൾഡർ ഷേപ്പ്. ഫ്രണ്ട് ബാക്ക് നെക്കിൻ്റെ അടയാളമാണിത്. ഇത് ഞാൻ ഫ്രണ്ട് നെക്ക്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അല്ല മാറ്റി. ഇവിടെ നമ്മൾ ഈ തേരുവശം മാർക്ക് ചെയ്ത് വണ്ണത്തിലല്ല കേട്ടോ. ഞാനിവിടെ ഇതിൻ്റെ പകുതി സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ. എന്നിട്ട് ഇതൊരു ഇത്രയും നീളം നമുക്ക് വേണ്ട കേട്ടോ. ഈ ഒരു ഷേപ്പ് ഇതങ്ങ് മാറ്റാം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മളെ ടക്കിൻ്റെ നീളം എത്രയായിരുന്നു? കുറച്ച് 1.5 അല്ലായിരുന്നു. ഇത് 3 അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് കുറയ്ക്കുക. ഇവിടെ നിന്ന് 3 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലെ ചരിച്ചങ്ങെടുക്കുക. കണ്ടോ? ഇവിടെ നമ്മൾ ഇത് ടക്ക് പിടിച്ച് വരുമ്പോൾ ഇത് കുറയും. അപ്പോൾ ഇതിന് ലെവലായിട്ട് ഈ പീസ് നിൽക്കണം. 3 ഇഞ്ച് കുറച്ചതിന് ശേഷം ഇതേപോലെ 3 മാർക്ക് ചെയ്തതിന് ശേഷം ഈ ചരിച്ചെടുക്കുക. ഉണ്ടോ? നമുക്ക് മാറ്റാം. ഞാൻ കറക്റ്റാണെന്ന് നോക്കും. ഈ ടക്ക് മെയിൻ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ തയ്യൽ നമ്മുടെ ടക്ക് അടിച്ച് തരും. എന്നിട്ട് ഇതുണ്ട് ഈ പീസ് വെച്ച് അടിക്കുമ്പോൾ കറക്റ്റാവും. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ക്ലാസ്സിൽ ഇതേപോലുള്ള ഡീറ്റെയിൽ ക്ലാസ്സുകളാണ് പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഇതിലും സമയമെടുത്ത് ഓരോന്നിൻ്റെയും വ്യക്തമായിട്ടുള്ള ക്ലാസ്സാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇത് നമുക്ക് 6 എണ്ണം വേണം. ഇത് നമുക്ക് മെയിനായിട്ട് 2 കിട്ടുള്ളൂ. പിന്നെ ഉണ്ടെങ്കിൽ തുണി ബാലൻസ് ഉണ്ടെങ്കിൽ 2 കൂടെ കിട്ടും. പിന്നെ അതിൽ മാച്ചിങ് കളർ ചേർക്കും കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? സ്ലീവ് അല്ലേ? ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് തുണി ഇപ്പോൾ ഇത് അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഡിസൈൻ നോക്കിയൊക്കെ ചെയ്യണം. തുണിയെ 4ആയിട്ട് മടക്കിയിട്ട് 2 കൈക്കും കൂടെ ഇതങ്ങ് ലെവൽ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഷോൾഡർ എത്ര എടുത്തേ? 5.5 അല്ലേ? അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ 5 3 5 3 8.5 കൂടെ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈയിറക്കം എടുക്കുക. സ്ലീവിൻ്റെ ഈ ജോയിൻ്റ് മുതൽ എന്തോരം ഇറക്കം വേണമെന്ന് വെച്ചിട്ട്. അപ്പം സ്ലീവിൻ്റെ ഇറക്കം വന്നേക്കുന്നത് 9 ഇഞ്ചുണ്ട്. അപ്പം 9ഉം ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടണം. 1.5 കൂട്ടിയാലും മതി. വീതിക്ക് ലൈനിങ് നല്ലോണം മടക്കി വെക്കണം. 9ഉം 1.5 10 എടുത്താലും മതി. ഞാനിവിടെ 11 എടുക്കുന്നത്. തിരിഞ്ഞ് പോകുന്ന തുണിയാണ്, നൂല് പോകുന്നതാണ്. അപ്പോൾ ഒരു ലോക്കൊക്കെ ചെയ്തെടുക്കണം. തയ്ച്ച് വരുമ്പോൾ 9 കാണും. ഞാൻ 10 എടുത്തിട്ട് അല്ലെങ്കിൽ 11 എടുത്തിട്ട് നിങ്ങൾ 10 എടുത്താൽ മതി കേട്ടോ. ഇവിടെ 1.5 പോവും മടക്കി തയ്ക്കാനായിട്ട്. ഇവിടെ 9 പോവും, 9 വരും. ഇവിടെ അരേഞ്ച് ഷോൾഡറിൻ്റെ കൈക്കുടി എടുത്ത് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത്രയും മനസ്സിലായല്ലോ. 1.5 ഇവിടെ കൈ മടക്കി അതങ്ങെടുക്കാം. ഒമ്പതാണ് എനിക്കിവിടെ വേണ്ടത്. 1.5 ഇവിടെ എടുത്ത് അരേഞ്ച് കൊടുക്കും. അപ്പോൾ 11 എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് ഒരു 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നേരെ എന്നിട്ട് കൈ കുഴിച്ച് വെട്ടാനായിട്ട് ഇതേപോലെ വെട്ടും. അതിങ്ങനെ ഷേപ്പ് വെട്ടും. ഇവിടുന്ന് 1.5 വന്നിട്ട് ഇങ്ങനെ വെട്ടും. എന്നിട്ട് കൈയുടെ ഓപ്പൺ റൗണ്ട് ഇവിടെ നെക്കിൽ ഇറക്കം എത്ര എടുത്ത് അതിൻ്റെ റൗണ്ട് എൻ്റെ അവിടെ ഇത്ര കൈയുടെ വണ്ണം അടിവണ്ണം കേട്ടോ 6 ഇഞ്ച് വരും. ഇവിടുന്ന് 6 മാർക്ക് ചെയ്യുക. എന്നിട്ട്
ഇവിടെ 3.5 മാർക്ക് ചെയ്തല്ലോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ബാക്ക് പീസ് എടുക്കുക, കൈക്കുഴി നോക്കുക. നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ ഷോൾഡർ അരയിഞ്ച് പോകും. എന്നിട്ട് ഇത് കറക്റ്റ് തേത്തുമ്പോടുകൂടി നമുക്ക് അവിടെ കിട്ടും. ആ കുഴിച്ചോട്ട് ഇങ്ങനെ എടുത്താൽ കേട്ടോ. എന്നിട്ട് കൈ കുഴിച്ചോട്ട് ഇവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് 2 പീസ് മാത്രം എടുക്കണം. 2 കൈയുടെയും പീസ് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടുന്ന് റബ്ബറുള്ള നീളം നോക്കാം. 9 ഉണ്ടല്ലേ. അപ്പം അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. 4.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 1.5 ഇവിടെ നമ്മൾ 1.5 മാർക്ക് ചെയ്തല്ലോ, ഈ 1.5 ഇതേപോലെ ഷേപ്പ് എടുക്കാം. കണ്ടോ, ഈ 1.5 നമ്മൾ ഷേപ്പ് കിട്ടാമെന്ന് പറയാം, അതുപോലെ ഇവിടെ ഷേപ്പ് എടുക്കാം. ആ 1.5 ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ കേട്ടോ, ഇതേപോലെ അത്രയുടെ തുമ്പുകൊണ്ട് ചെയ്യണം. കണ്ടോ, 1/2 ഇഞ്ച് കളഞ്ഞു. അത് കളയണം, അത് ഫ്രണ്ട് പീസാണ് കേട്ടോ, അല്ലെങ്കിൽ ചുളുക്ക് വരും. നമ്മൾ ബ്ലൗസിൻ്റെയും ഫ്രണ്ട് വെട്ടിയില്ലേ, അതേപോലെ ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഇത്രയും നമ്മൾ കട്ട് ചെയ്ത്. ഇനി ബാക്ക് പീസ് പടി, ഫ്രണ്ട് പീസ് പടി, കൊളുത്ത് വെക്കാനും കൊളുത്തിടാനും ഫ്രണ്ട് പീസ് പടി, ബാക്കിലെ പടി 1.5 ഇഞ്ച്, ഫ്രണ്ടിലെ കൊളുത്ത് പടി, ഇതേപോലെ 6 കഴുത്തിന് ക്രോസ് പീസ്. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഈ ബാലൻസ് തുണിയിൽ നിന്ന് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇതിന് നമുക്ക് കിട്ടുമെങ്കിൽ ഇതൊരെണ്ണം കട്ട് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പീസ് കൂടെ കൊടുത്താൽ മതി കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് അരിപ്പൊടിക്ക് എടുക്കാം. കൊളുത്ത് വെക്കണം. ഇത് കൊളുത്ത് ഇടുന്ന ഇത് വീതി ഉള്ളത് 2.5 ഇഞ്ച് കൊളുത്ത് ഇടാനുള്ള ഇതുണ്ട്. ഇത് 1.5 ഇഞ്ച് കൊളുത്ത് വെക്കാൻ. കുറച്ച് നീളത്തിലെടുക്കുന്നേ ഉള്ളൂ, കറക്റ്റ് വേണമെങ്കിൽ അന്ന് നോക്കിയാൽ. പിന്നെ വേണ്ടത് ബാക്കിലെ പടി 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ബാക്കിലെ പടിയിട്ട്. പിന്നെ വേണ്ടത് കഴുത്തിന് ക്രോസ് പീസ്. ക്രോസ് പീസ് വെട്ടുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വെട്ടുമ്പോൾ സ്ട്രെയിറ്റ് ഇങ്ങനെ വരും. ക്രോസ് പീസ് വെട്ടുമ്പോൾ ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ ചാനലിലുണ്ട്, നോക്കുക, കണ്ടു നോക്കുക കേട്ടോ. 1.5 ഇഞ്ച് വീതി അല്ലെങ്കിൽ 1.25 കുറച്ച് നീളത്തിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് വരും. അപ്പം ഇത് മാറ്റാം. ഇതേപോലെ ഒരു 3-4 പീസ് എടുക്കുക. മതിയാവും കേട്ടോ. അത്രയേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞു, കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കമൻറ്റിലൂടെ മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. ദയവേത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ കട്ടിങ് വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, നമുക്ക് തേച്ചെടുക്കണം. എന്നിട്ട് കറക്റ്റ് ഞാൻ തേച്ചതാണ്. നിങ്ങളുടെ ഓക്കെ. നമ്മൾ കണ്ടല്ലേ, ബ്ലൗസ് ഫിനിഷ്. ഓക്കെ, കണ്ടോ.
സ്ലീവ് ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറയണം, ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ പറയണം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് കാണാം.